നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ തിരിച്ചടി വന്നിട്ടുണ്ടോ? ബിസിനസ്സിൽ വലിയ നഷ്ടം, ജോലിയിലെ പരാജയം, അല്ലെങ്കിൽ സാമ്പത്തിക പ്രതിസന്ധി, അല്ലെങ്കിൽ നിങ്ങൾ കഠിനമായി പരിശ്രമിച്ച ഒരു പദ്ധതി തകർന്നുപോയി. നിങ്ങളുടെ മനസ്സപ്പം എന്താ പറഞ്ഞത്? ഇനി വേണ്ട, ഇത് എനിക്ക് പറ്റിയ കാര്യമല്ല, സമയം മോശമാണ്, അതുകൊണ്ട് കുറച്ചുകൂടെ കഴിയട്ടെ. ഇത്തരം ചിന്തകൾ വന്നിട്ടുണ്ടെങ്കിൽ സാധാരണ എല്ലാ മനുഷ്യന്മാർക്കുള്ളതാണ്, നിങ്ങൾ ഒറ്റയ്ക്കല്ല. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, പ്രതിസന്ധികൾ വിജയിക്കുന്നവരെയും പരാജയപ്പെടുന്നവരെയും വേർതിരിക്കുന്ന പരീക്ഷണശാലയാണ്. ഞാൻ ഓച്ച് റഹ്മാൻ, നിങ്ങളുടെ ഇന്നർ പവർ കോച്ച്. നിങ്ങൾ പ്രകൃതിയെ ശ്രദ്ധിച്ചാൽ ഈ ചെന്നായ്ക്കൾ, അവരുടെ ജീവിതം ഉണ്ടല്ലോ, അവർ കാട്ടിലാണല്ലേ. അവരുടെ ജീവിതം ഒരിക്കലും എളുപ്പമല്ല. മഴ, മഞ്ഞ്, വിശപ്പ്, നീണ്ട യാത്രകൾ എല്ലാം അതിജീവിച്ചാണ് അവർ ജീവിക്കുന്നത്. അവർക്ക് ഈ അതിജീവനത്തിന് അവരെ സഹായിക്കുന്നത് അവരുടെ കരുത്താണോ, ശക്തിയാണോ? അല്ല. ക്ഷമ, കൂട്ടായ്മ, സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാനുള്ള കഴിവ്. നമ്മുടെ ജീവിതത്തിൽ അത് തന്നെയാണ് സത്യം. പ്രതിസന്ധി വന്നാൽ ചിലർ അവിടെ അങ്ങോട്ട് സ്റ്റോപ്പായിട്ട് അവിടെ തന്നെ സ്റ്റക്കാവും. മറ്റു ചിലർ പിന്മാറും. പക്ഷെ വേറെ ചിലരോ അവരതിൽ നിന്ന് കൂടുതൽ പാഠങ്ങൾ പഠിച്ച് കൂടുതൽ ശക്തരാകും. മനഃശാസ്ത്രത്തിൽ ഇതിനെ പലപ്പോഴും പ്രതിരോധശേഷി, റെസിലിയൻസ് എന്നാണ് വിളിക്കുന്നത്. ജന്മനാ ലഭിക്കുന്ന ഒരു കഴിവല്ല, ഇത് പരിശീലനത്തിലൂടെ വളർത്തിയെടുക്കാൻ കഴിയുന്ന ഒരു മനോഭാവമാണ്. ഇന്ന് മുതൽ ഈ 5 ശീലങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഒന്നാമത്തത്, പ്രതിസന്ധിയെ അംഗീകരിക്കുക. എന്തുകൊണ്ട് ഇത് എനിക്ക് സംഭവിച്ചു എന്ന് ചോദിക്കുന്നതിന് പകരം ഇതിൽ നിന്ന് ഞാൻ എന്താണ് പഠിക്കേണ്ടതെന്ന് മാത്രം ചോദിക്കുക. ചോദ്യം മാറുമ്പോൾ ചിന്തയും മാറും. 2, സാഹചര്യങ്ങളല്ല, പ്രതികരണത്തിനെ നിയന്ത്രിക്കുക. സാഹചര്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല. അത് വിപണി മാറാം, സാമ്പത്തിക സ്ഥിതി മാറാം, ആളുകൾ മാറാം. പക്ഷേ നിങ്ങളുടെ പ്രതികരണം നിങ്ങളുടെ നിയന്ത്രണത്തിലാണ്. ശാന്തമായിട്ട് ചിന്തിക്കുക, വിവരങ്ങൾ ശേഖരിക്കുക, പിന്നെ തീരുമാനമെടുക്കുക. 3, ഒറ്റയ്ക്ക് പോരാടേണ്ടതില്ല. ചെന്നായ്ക്കളൊന്നും നിരീക്ഷിക്കണമെങ്കിൽ അവർ കൂട്ടമായിട്ടാണ് വേട്ടയാടുക. ജീവിതത്തിൽ അവരതുപോലെ തന്നെ. നിങ്ങളെ വളർത്തുന്ന ആളുകളുമായിട്ട് എപ്പോഴും ബന്ധം നിലനിർത്തുക. നല്ല മെൻറ്റർമാരെ നേടണം. ഒരേ ലക്ഷ്യമുള്ള ആളുകളോടൊപ്പം നടക്കുമ്പോൾ, അതായത് ശരിയായ കൂട്ടായ്മ. പലതരം ക്ലബ്ബുകളൊക്കെ ഇല്ലേ, ഒരേ രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുടെ കൂട്ടായ്മ. അവ പ്രതിസന്ധികളെ അതിജീവിക്കാൻ പറ്റിയ വലിയ ശക്തിയാണ്. മറ്റുള്ളവരുടെ സഹായം, ഒരേ രീതിയിൽ ചിന്തിക്കുന്നവരുടെ സഹായം നമുക്ക് ചുറ്റുമുണ്ടെങ്കിൽ നമ്മൾ ഒറ്റക്കല്ല. 4മത്തെ കാര്യം, ചെറിയ വിജയങ്ങൾ തുടരുക. അതായത് പ്രതിസന്ധി വന്നാൽ എല്ലാം നിർത്തരുത്. പ്രതിസന്ധി വന്നാൽ നമ്മുടെ വേഗത കുറയാം, ശരിയാണ്. പക്ഷേ മുന്നേറ്റം നിർത്തരുത്. ഓരോ ദിവസവും ഒരു ചെറിയ ചൂടെങ്കിലും മുന്നോട്ട്. നമുക്ക് തകർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് തിരിച്ചു വരവിൻ്റെ തുടക്കം. 5മതായിട്ട്, നിങ്ങളുടെ ദീർഘകാല ലക്ഷ്യം മറക്കരുത്. ഇന്നത്തെ പ്രശ്നം എന്ന് പറഞ്ഞ ജീവിതം മുഴുവൻ നീണ്ടു കിടക്കുന്ന ഒരു പ്രശ്നമല്ല. ഇത് ഒരു പാഠം മാത്രമാണ്, ഒരു അധ്യായം മാത്രമാണ്. നിങ്ങളുടെ വലിയ ലക്ഷ്യം അത് മനസ്സിൽ നിന്ന് വിടരുത്. ചിലപ്പോൾ ഒന്ന് പുറകോട്ട് പോയി വരും, ചിലപ്പോൾ അത് സ്റ്റക്കായി വരും. പക്ഷേ നമ്മുടെ ലക്ഷ്യം മനസ്സിൽ നിന്ന് മായരുത്. അത് തന്നെയാണ് പ്രയാസകരമായ സമയങ്ങളിൽ മുന്നോട്ട് പോകാനുള്ള ശക്തി നമുക്ക് നൽകുന്നത്. ഈ കാര്യം ഓർമ്മിക്കുക. പ്രതിസന്ധി നിങ്ങളെ നിർവചിക്കുന്നില്ല, എന്നാൽ പ്രതിസന്ധിയോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു അതാണ് നിങ്ങളെ നിർവചിക്കുന്നത്. നിങ്ങൾ ആരാന്ന് വെച്ചാൽ അത് പ്രതിസന്ധികൾ തീരുമാനിക്കുന്നതല്ല. പ്രതിസന്ധികളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് നിങ്ങൾ ആരാണ് എന്നുള്ളത് നിർവചിക്കുന്നത്. വിജയിച്ച പല സംരംഭകരുടെയും ജീവിതം നോക്കിയാൽ പരാജയങ്ങളും തിരിച്ചടികളും അവരുടെ യാത്രയുടെ ഭാഗമായിരുന്നു എന്ന് കാണാൻ കഴിയും. പക്ഷേ അവർ അവിടെ നിർത്തിയില്ല. എന്നോടൊപ്പം ചേരുകയാണെങ്കിൽ ഇന്നർ എനർജി ആക്ടിവേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ പരിശീലനങ്ങളുണ്ടല്ലോ, അത് മാനസിക പ്രതിരോധശേഷി, വികാര നിയന്ത്രണം, ദീർഘകാല ലക്ഷ്യബോധം എന്നിവയ്ക്ക് വളരെ വലിയ കരുത്താണ് നമ്മുടെ പരിശീലനങ്ങൾ നൽകുക. അതുകൊണ്ട് തന്നെ ഇതിൽ പങ്കെടുത്തവർക്ക് സമ്മർദ്ദങ്ങളെ കൂടുതൽ ഫലപ്രദമായി കൈകാര്യം ചെയ്യാനും തിരിച്ചടികൾക്ക് ശേഷം വീണ്ടും ഉയർന്നു വരാനും ദീർഘകാല ലക്ഷ്യങ്ങളിൽ ഉറച്ചു നിൽക്കാനും കഴിയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരാതിരിക്കില്ല, അല്ലെ? എല്ലാവരുടെ ജീവിതത്തിലും വരും. പക്ഷേ ഓരോ പ്രതിസന്ധിക്കു ശേഷം നിങ്ങൾ കൂടുതൽ ശക്തനായിട്ടാണ് തിരിച്ചു വരുന്നത്. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതാണ് യഥാർത്ഥ വിജയത്തിൻ്റെ അടയാളം. ഞാനൊരു ഉദാഹരണം പറയട്ടെ. നമ്മളിപ്പോൾ ഒരു അസുഖം വന്നു വിചാരിച്ചു. അസുഖം വന്നു കഴിഞ്ഞാൽ എന്താണ്ടാവുക? അസുഖം മാറിയ സമയത്ത് എന്തായിരിക്കും ഉണ്ടാവുക? നമ്മൾ ആ രോഗത്തിനോട് കൂടുതൽ പ്രതിരോധ ശക്തിയുള്ളവരായി മാറിയിട്ടുണ്ടാവില്ലേ? അല്ലെ? അതുകൊണ്ടല്ലോ വാക്സിനേഷൻ ചെറിയ അസുഖം ഉണ്ടാക്കി നമ്മുടെ കാര്യത്തിൽ നമ്മൾ കൂട്ടുന്നത്. ഇതാണ് അതിൻ്റെ റൂള്. ഒരു പ്രശ്നം കൊണ്ട് കഴിയുമ്പോൾ പിന്നെ നമ്മൾ ഇമ്മ്യൂണാ, മനസ്സിലായോ? ആ പ്രശ്നം പിന്നെ നമ്മളെ തകർക്കില്ല, നമ്മളെ തൊടാൻ പറ്റില്ല. ഇതാണ് യഥാർത്ഥ വിജയത്തിൻ്റെ അടയാളം. നിങ്ങളും ഏത് വെല്ലുവിളിയെയും ആത്മവിശ്വാസത്തോടെ നേരിടാൻ തയ്യാറാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് ആ യാത്രയിൽ മുന്നോട്ട് പോകാം. കാരണം ശക്തരായവർ ഒരിക്കലും വീഴാത്തവരല്ല, വീണാലും
വീണ്ടും എഴുന്നേൽക്കാൻ പഠിച്ചവരാ. ഈ വീഡിയോ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ വീഡിയോ സീരീസ് ആണ്. അതിൽ 7 ഹാബിറ്റ്സ് ഓഫ് ഹൈലി എഫക്റ്റീവ് പീപ്പിൾ, സ്റ്റീഫൻ കവേ. ഇത്രയും പവർഫുൾ ആയിട്ടുള്ള മോട്ടിവേഷണൽ ആയിട്ടുള്ള ബിസിനസ്സുകാർക്ക് പ്രത്യേകിച്ചും ജീവിതത്തെ രൂപപ്പെടുത്താൻ പറ്റിയ പുസ്തകം ഇറങ്ങിയിട്ടുണ്ടോ എന്ന് തന്നെ സംശയം. അതിൽ പറയുന്ന 7 തത്വങ്ങൾ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. എന്നാലും ഒന്ന് ഓർമ്മിക്കുന്നത് നല്ലതാണ്. നമുക്ക് ആ തത്വങ്ങളിലൂടെ അത് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ പകർത്താൻ എന്നതിനെ കുറിച്ചൊക്കെ വിശകലനം ചെയ്തുകൊണ്ട് നമുക്കൊന്ന് മുന്നോട്ട് പോകാം. അങ്ങനെ നമുക്ക് കൂടുതൽ കരുത്തരായി ജീവിത ലക്ഷ്യങ്ങളിലേക്ക് ഒന്നിച്ചു മുന്നേറാം. ഓൾറൈറ്റ്, സീ യു ദേർ.